ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പെൻസിൽ പൗച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് തയ്ക്കുന്നതെന്നും എൻ്റെ മെഷർമെൻറ്റ്സും തയ്ക്കുന്ന രീതികളൊക്കെ ഈ വീഡിയോയിൽ കൂടെ കാണാമേ. കൊച്ചു പിള്ളേർക്ക് കുഞ്ഞുങ്ങളൊക്കെയുള്ള അമ്മമാർ വീട്ടിലിരുന്ന് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതൊരു ചെറിയ സൈസിലുള്ളൊരു സിബാണ്. ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് ഏകദേശം 9 ഇഞ്ചോളമേ വരത്തുള്ളൂ. തുണി നമ്മൾ എടുക്കുന്നത് അതിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ 12 ഇഞ്ചും വീതി എന്ന് പറഞ്ഞാൽ 10 ഇഞ്ചുമായിട്ടാണ് എടുക്കുന്നത്. ഒരു പെൻസിലിൽ ഇടാൻ പാകത്തിനുള്ള തയ്ച്ച് കഴിയുമ്പോൾ ഒരു പെൻസിലും സ്കെയിലും ഒക്കെ ഇടാൻ വലിപ്പത്തിലുള്ള ഒരു അളവിൽ പെൻസിൽ എന്നൊക്കെ പറയുന്നൊരു 8 ഇഞ്ച് നീളം വരുള്ളൂ. അപ്പോൾ 12 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് തുണി എടുക്കുക. പിന്നെ നമ്മൾ അതിനൊരു ലൈനിങ് തുണിയകത്ത് വെക്കുക. അതിനിടയിലൊരു ക്യാൻവാസ് കൂടെ അതേ ഷേപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ എടുത്ത് ക്യാൻവാസ് സെൻറ്ററിലും ലൈനിങ് തുണി ആദ്യം മേളിൽ നല്ല തുണി, അതിനിടയിൽ ക്യാൻവാസ് പേപ്പർ ക്യാൻവാസാണ്. അതിൻ്റെ ഇടയിൽ ബ്ലാക്ക് തുണിയും വെച്ച്, ബ്ലാക്കല്ല ഇത് ബ്ലാക്കിൻ്റെ തുണി ആയതുകൊണ്ടാണ് ബ്ലാക്ക് ലൈനിങ് തുണിയും വെച്ചിട്ട് തയ്ക്കുക. 4 സൈഡും നമ്മൾ തയ്ച്ചെടുക്കുക. റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ തയ്ച്ചെടുക്കുന്നു, 4 സൈഡും തയ്ച്ചെടുക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കണിലൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. നമ്മൾ പിന്നെ 4 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ട് സിപ്പ് എടുക്കുന്നു. അതിന് സിപ്പ് തയ്ക്കാനായിട്ട് നമുക്ക് പ്രഷർ പുട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇച്ചിരി പാടാണ് തയ്ക്കാനായിട്ട്. എന്ന് 1 സൈഡ് ഉള്ളൊരു പ്രഷർ പുട്ട്, ഞാൻ റൈറ്റ് സൈഡിൻ്റെ പ്രഷർ പുട്ടാണ്. ഈ ബാഗ് ഞാൻ നേരത്തെ തയ്ച്ചതാണ്. അതിനകത്ത് തന്നെ എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പ്രഷർ പുട്ടുകളെ നീഡിൽസ് അതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മളത് ഫിറ്റ് ചെയ്തതിന് ശേഷം പഴയ ഫുട്ട് അഴിച്ചു മാറ്റിയിട്ട് റൈറ്റ് സൈഡ് സിബിന് തയ്ക്കാവുന്ന വിധത്തിലുള്ളതായ പ്രഷർ പുട്ട് അടിക്കുകയാണ്. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ തയ്ക്കുകയാണ്. സിബ് നല്ല വശമാണ് തുണിയുടെ സൈഡിലേക്ക് വെച്ചിരിക്കുന്നത്. എന്താ തയ്ച്ച് ഒരു സൈഡ് തയ്ച്ചെടുത്തതിന് ശേഷം തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇവിടെ കാണുന്നത് പോലെ. ഇനി ഒരു സൈഡല്ല തയ്ച്ചോളൂ, ഇനി മറ്റേ സൈഡും തയ്ക്കണം. അത് ഇതുപോലെ തിരിച്ചെടുത്ത് അതും ആദ്യം കാണിച്ച സൈഡ് തയ്ച്ചതുപോലെ തന്നെ തയ്ക്കുക. സിബയിൽ നീഡിലുള്ളാതെ സൂക്ഷിച്ച് വേണം തയ്ക്കാൻ. ഇത്തിരി പൗച്ചൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണേ ഒരു 75 രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കണം. നല്ല തുണിയുള്ള ഡിസൈനൊക്കെ ഉള്ളത് വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും രൂപയെങ്കിലും കുറഞ്ഞത് കൊടുക്കണം. അത് സിബൊക്കെ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോയത്. നമ്മൾ തന്നെ സിബ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ 10 രൂപയിൽ താഴെ വരത്തുള്ളൂ സിബിൻ്റെ വില. അപ്പോൾ അത് വാങ്ങിച്ചു വെക്കണം. നല്ല നമ്മുടെ കുട്ടികൾക്ക് 2-3 പൗച്ച് വേണമെങ്കിലും തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് തയ്ക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ കാണുകയാണ്, മടക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തു. സിബ് വലിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഒരു കയ്യൊറ പോലെ കണ്ടോ, ഇങ്ങനെ ഇരിക്കും.
അതിൻ്റെ സെൻറ്റർ കൊണ്ടുവന്ന് നമ്മൾ സിപ്പ് തയ്ച്ചില്ലേ അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ആ മാർക്കിങ് പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് രണ്ട് സൈഡും കറക്റ്റായിട്ട് ഈ രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെ നമുക്ക് ലഭിക്കും പിന്ന് കുത്തി വെച്ചാൽ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് അങ്ങനെ തന്നെ ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് പൊക്കത്തിൽ നിന്ന് 1 ഇഞ്ചും താഴെ നിന്നാണ് 1 ഇഞ്ച് അല്ലേ ആ മടക്കിൻ്റെ അവിടുന്ന് 1 ഇഞ്ച് വീതിയുമുള്ള ഒരു കോണ് പോലെ വരയ്ക്കുക. എന്നിട്ട് അത്രയും ഭാഗങ്ങൾ വെട്ടിക്കളയാനുള്ളതാണ്. നാല് സൈഡും അതേ രീതിയിൽ തന്നെ ചെയ്യണം. ഇവിടെ ചെയ്തു ഇപ്പുറത്തെ സൈഡിലും 4 സൈഡിലും ചെയ്തതിന് ശേഷം അത് നമ്മൾ വെട്ടിക്കളയുന്നു. ആ ലൈനെ കൂടെ തന്നെ വെട്ടിക്കളയുകയാണ്. എന്നാലും നമുക്ക് പൗച്ചായിട്ട് ഇട്ടത് അല്ലെങ്കിൽ വേറൊരു ഇതേപോലെ ഇരിക്കും തയ്ച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ സൈഡ് വെട്ടിയിട്ട് ചേർക്കുമ്പോഴാണ് തയ്ച്ചതിന് ശേഷം നമ്മൾ 2 സൈഡും ആദ്യം കാണിക്കുന്ന ഭാഗം രണ്ടും തയ്ച്ച് ചേർക്കുക. അതിന് മുമ്പേ നമ്മളൊരു കാര്യം ചെറിയൊരു തുണിക്കഷ്ണം എടുത്ത് മടക്കി തയ്ച്ചതിന് ശേഷം അതൊരു ഹാങ് പോലെ അതിന് പൗച്ചിൻ്റെ സൈഡിൽ കൊടുക്കാനുണ്ടെങ്കിൽ പിള്ളേർക്ക് വല്ലതും കീ ചെയിനോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ പാവകളൊക്കെ തൂക്കിയിടാൻ നല്ലതാണ്. അത് ഇതുപോലെ സിപ്പിൻ്റെ തൊട്ടടുത്ത് വെച്ച് ജസ്റ്റ് തയ്ക്കുക. തയ്ക്കുമ്പോൾ 2 സ്റ്റിച്ചെങ്കിലും ആ സൈഡിൽ ഇടണം. എന്താണെന്ന് വെച്ചാൽ കുട്ടികളാകുമ്പോൾ അത് പറഞ്ഞു പോകും, പെട്ടെന്ന് സ്റ്റിച്ച് അഴിഞ്ഞു പോകുമേ. അതുകൊണ്ട് നമ്മൾ 2 സ്റ്റിച്ചെങ്കിലും കുറഞ്ഞത് അവിടെ ഇടണം. അങ്ങനെ 2 സൈഡും തയ്ച്ചെടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ ധാരാളം ബ്ലൗസ് തയ്ക്കുന്നത്, നൈറ്റികൾ തയ്ക്കുന്ന, ചുരിദാർ വെട്ടുന്നതും കട്ട് ചെയ്യുന്നതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹെയർ ബോ മേക്ക് ചെയ്യുന്നതിൻ്റെ, കമ്മലുകൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരിന്ന് കയറി വിസിറ്റ് ചെയ്യണേ, വാച്ച് ചെയ്യണേ. എന്നെ അറിയാത്ത ഒത്തിരി പേര് ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുന്നു. കുറഞ്ഞത് 1000 സബ്സ്ക്രൈബ് ആകണമെന്നാണ്. അല്ല, വാച്ചവേഴ്സും എനിക്ക് തീരെ കുറവാണ്. ഈ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മറ്റുള്ള വീഡിയോസ് കൂടെ ഒന്ന് കയറി വാച്ച് ചെയ്യാമായിരുന്നെങ്കിൽ എനിക്ക് വാച്ചവേഴ്സ് കൂടിയേനമായിരുന്നു. ഇതൊക്കെ എന്നൊരു മാനുഷികമായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ എഡ്ജ് തയ്ച്ചിട്ട് അതിൻ്റെ ഭാഗം ആ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ നമ്മൾ ചെറിയൊരു പീസ് തുണിയെടുത്ത് വെട്ടി അത് തയ്ച്ച് എല്ലാ എഡ്ജിലും നമ്മളങ്ങനെ തയ്ച്ച് ചേർക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് നൂലിങ്ങനെ ഇഴിച്ചിഴിച്ച് വരുന്നതൊന്നും ഉണ്ടാകുകയില്ല. ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഓവർലോക്ക് മെഷീനെ വെച്ച് ഓവർലോക്ക് ചെയ്താൽ മതി. ഇത് ഓവർലോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ചെറിയൊരു പീസ് തുണി വെച്ച് അവിടെ കവർ ചെയ്ത് വെക്കുകയാണ്. അതേപോലെ ആ സൈഡിൽ ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. അങ്ങനെ ചെയ്ത് തയ്ച്ചതിന് ശേഷമുള്ളതാണ്. ഇപ്പുറത്തെ സൈഡ് അതുപോലെ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വെട്ടിയ ഭാഗവും മറ്റേ സൈഡ് കോണായിട്ട് ഈ കാണുന്നത് പോലെ പിടിച്ചതിന് ശേഷം തയ്ക്ക്. അതിങ്ങനെ ഒരു പ്രഷർ പൊട്ടിൻ്റെ അകലത്തിൽ ആ വെട്ടിയ ഭാഗം ഇങ്ങനെ തയ്ച്ചെടുക്കണേ, ഈ കാണിക്കുന്ന പോലെ. അങ്ങനെ 4 സൈഡും നമ്മൾ തയ്ച്ചെടുക്കണം. 4 സൈഡും തയ്ച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ നേരത്തെ ചെയ്തതുപോലെ ചെറിയൊരു കഷ്ണം തുണിയെടുത്ത് അതവിടെ വെച്ച് തയ്ച്ച് മടക്കി ചേർക്കുക. അപ്പം നമ്മൾ തയ്യൽ തുമ്പ് കാണത്തേയില്ല.
ഇതേ മോഡലിൽ തന്നെ നമ്മൾ ബാഗുകൾ ഇച്ചിരി വലിപ്പം കൂട്ടുവന്നേ ഉള്ളൂ. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഒരു ബാഗ് തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ 4 സൈഡും നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൗച്ച് തിരിച്ചിടുകയാണേ. എല്ലാ സൈഡും അതേപോലെ തുണി വെച്ച് തയ്ക്കണം. അല്ലെങ്കിൽ ഈ തുണി വെച്ച് തയ്ക്കുമ്പോൾ എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവിടുത്തെ സ്റ്റിച്ച് വിട്ടു പോകത്തില്ല. രണ്ടാമത് നമ്മൾ ചില ബാഗുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന്, അല്ലെ പൗച്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ തുണിയുടെ സ്റ്റിച്ച് കീറിയിട്ട് നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ കോയിൻസൊക്കെ ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബാഗിൻ്റെ ഉള്ളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിൻ്റെ പൗച്ചിൻ്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ അത് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ തയ്ച്ചിട്ടുള്ളതാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല. അപ്പം നമ്മൾ 4 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ട് ഉള്ള ബാക്കി ഉള്ള നൂലുകളൊക്കെ വെട്ടിക്കളയണേ. നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ വളരെ നമ്മൾ ചെയ്യാവുന്ന പണിയെല്ലാം പൂർത്തീകരിച്ചിട്ട് വേണം കൊടുക്കാൻ. ചിലപ്പം മറന്നൊക്കെ പോകും. എന്നാലും എൻ്റെ അറ്റത്ത് കണ്ട് ഞാനൊരു അവിടെ ഇരുന്നൊരു വണ്ടിയിലൊക്കെ തൂക്കുന്നൊരു പാവയാണ്. അതുകൊണ്ട് തൂക്കിയപ്പം 4 സൈഡും. അപ്പോൾ ഇതിനകത്തൊരു പെൻസിലൊക്കെ ഇടുന്ന വലിപ്പമാണ്, വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത്തിരി വലിയൊരു പൗച്ചാണിത്. 10 വരുമ്പോൾ വലിപ്പം കൂടുതലാണ്. എൻ്റെ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വാച്ച് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളും നന്ദി.